പിന്നെ പുതിയ നിയമസഭയിൽ മുരളീധരന്മാർ രണ്ടാണേ. ഒന്ന് കെ മുരളീധരനും ഒന്ന് വി മുരളീധരനും. മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ, മുദ്ര. ഒന്ന് കൊറോണ മുരളീധരൻ, ഒന്ന് പെട്രോൾ മുരളീധരൻ. രണ്ട് മുരളീധരന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ കോവിഡിന്റെ സമയത്ത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 30 ഡിഗ്രിയിൽ കൂടുതൽ ഉള്ള ഒരു പ്രദേശത്തും കൊറോണ വൈറസിന് നിലനിൽക്കാൻ കഴിയില്ല. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ കൊറോണ ഓട്ടോമാറ്റിക്കായിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ വീണ്ടും ഇത് ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രത്തിന് പോലും തെറ്റുമ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന് അത്ര. കോവിഡിന്റെ സമയത്ത് PPE കിറ്റിന്റെ ദോഷവശങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കേട്ടോ. അദ്ദേഹത്തെ തന്നെ ആരോഗ്യം ഏൽപ്പിച്ചത് നന്നായി. ശ്വാസം കിട്ടില്ല, വേർത്തൊലിക്കും. വിമാനത്തിലൊക്കെ ഈ കിറ്റുമായിട്ട് കയറിയാൽ വിമാനം പൊങ്ങുന്നവരെ ശ്വാസം മുട്ടും. ശരിയാ, പൊങ്ങുമ്പോൾ ശ്വാസം മുട്ടും, സ്വാഭാവികമാണ്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും PPE കിറ്റ് ധരിച്ചത് വഴി പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വന്നിട്ടുണ്ടോ? ഒന്നിന് പോകാൻ കഴിയോ? 2ന്റെ കോട്ടെ, ഒന്നിന് പോകാൻ പറ്റുമോ? ഷെടാ ഭയങ്കര. സാർ കോവിഡിന്റെ സമയത്ത് PPE കിറ്റ് എവിടെയാ ഇട്ടത്? എല്ലാം പോട്ടെ, മുരളീധരൻ സാറിന് PPE കിറ്റൊക്കെ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നും എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അവനിപ്പോൾ MLA ആയിട്ട് നിയമസഭയിൽ ഇരിക്കേണ്ടവന്. അമ്പേ പരാജയം. ഒരു മന്ത്രി എന്നാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ വട്ടപൂജ്യം കിട്ടുന്ന മാർക്കാണ് ഈ മന്ത്രിക്കുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റു. പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ ശ്രേയയുടെ കാലിൽ പാമ്പ് കടിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ ഞരമ്പ് മുറിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഞരമ്പ് മുറിഞ്ഞതായി കണ്ടെത്തിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ റിപ്പോർട്ട് തേടുന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സംഭവത്തിൽ ഡോക്ടർമാർക്ക് പറയാനുള്ളത് കൃത്യമായി കേൾക്കും. ആരോഗ്യവകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അമ്പേ പരാജയം.